നമസ്കാരം. പലരുടെയും വീടുകളിൽ വരുന്ന ഒരു ജീവി തന്നെയാണ് പൂച്ച. പൂച്ച വീടുകളിൽ വരുന്നതും അല്ലെങ്കിൽ വളർത്തുന്നതും പലർക്കും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാകുന്നു. എന്നാൽ പൂച്ച നിങ്ങളുടെ വീടിന്റെ അടുത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പൂച്ച നിങ്ങളുടെ വീടുകളിൽ വന്ന് കയറിയാൽ സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ചും, അതായത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ വന്ദിക്കുക. ഇഷ്ടദേവതയുടെ നാമം ഏവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പൂച്ച നിങ്ങളുടെ വീടുകളിൽ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നിങ്ങളുടെ വീടിന് ചുറ്റുമായി നടക്കുന്നു എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വരാധീനം ഉള്ളതിനാലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. രോഗിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസുഖ ബാധിതരായ വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പൂച്ച ഒരു രോഗിയുടെ അടുത്ത് വല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കുന്നു അല്ലെങ്കിൽ അടുത്ത് എപ്പോഴും ഇരിക്കുന്നതായ സാഹചര്യം, ചുറ്റിപ്പറ്റി നിൽക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗവുമായി ബന്ധപ്പെട്ട് അല്പം ആ രോഗം മൂർച്ഛിക്കുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ മറ്റൊരു രോഗം അവർക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത, അത്തരം ചില സൂചനകളാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ആയുസ്സുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം എന്നും അർത്ഥമാക്കുന്നു. അത്തരത്തിലുള്ള സൂചനയാണ് പൂച്ച നിങ്ങൾക്ക് നൽകുന്നത്. പൂച്ച നിങ്ങളുടെ വീടുകളിൽ എപ്പോഴും കാണുന്നു എങ്കിൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നും അത് ശരിയായ രീതിയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത അനിവാര്യതയെക്കുറിച്ചും പറയാൻ സാധിക്കുന്നതാണ്. അഥവാ അത്തരം കാര്യങ്ങളാണ് പൂച്ച നിങ്ങൾക്ക് സൂചനയായി നൽകുന്നത്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി ആ കാര്യങ്ങളെ നിങ്ങൾ യഥാവിധി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. സന്താനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് ഉള്ളതായ വിഷമതകൾ, പ്രയാസങ്ങൾ, അത് തൊഴിൽ സംബന്ധമായാകാം, വിദ്യാസംബന്ധമായാകാം, അല്ലെങ്കിൽ മറ്റ് കുടുംബപരമായ പ്രശ്നങ്ങൾ, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അവർക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം വന്നു ചേരും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ സന്താന ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. സൽസന്താനത്തെ തന്നെ ലഭിക്കാം. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യം സന്തോഷം തന്നെയാണ്. അത്തരത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യകരമായ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഓർത്തു വയ്ക്കുവാൻ സാധിക്കുന്നതായ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. പല വിധത്തിലും ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും ആ ദോഷകരമായ കാര്യങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ളതായ പല ദോഷകരമായ കാര്യങ്ങളെയും അല്ലെങ്കിൽ തടസ്സങ്ങളാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ
ഒഴിയുന്നു എന്നും നിങ്ങൾ ചെയ്യുന്നതായ അല്ലെങ്കിൽ ചിന്തിക്കുന്നതായ ആ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് കുതിക്കുവാൻ സാധിക്കും എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള സൂചനയും ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ കാര്യവിജയത്തിലൂടെ ധനപരമായ നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഏതൊരു വ്യക്തിക്കും അനിവാര്യമാണ് കുടുംബദേവതാ പ്രീതി. അത് നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കുടുംബദേവതയുടെ കടാക്ഷം അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്ന് അപ്രതീക്ഷിതമായി പൂച്ചകൾ വീടുകളിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അർത്ഥമാക്കാം. അതായത് നിങ്ങളുടെ വീടുകളിൽ സ്ഥിരം വരാത്തതായ ഒരു പൂച്ച പെട്ടെന്ന് വീടുകളിലേക്ക് വരികയും ആ കുടുംബവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആ പൂച്ച അടുക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് കുടുംബദേവതയുടെ അനുഗ്രഹത്തെയും ആ വീടുകളിലെ ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന്റെ സൂചനയായും അർത്ഥമാക്കുവാൻ സാധിക്കും. പൂച്ച വീടുകളിൽ വരുന്നു എങ്കിൽ ആ വീടുകളിൽ ഉയർച്ച, അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. അവസരങ്ങളാണ് വന്നു ചേരുക. ആ അവസരങ്ങൾ ചിലർ പ്രയോജനപ്പെടുത്തി എന്ന് വരാം. ചിലർക്ക് അത് സാധിക്കണം എന്നില്ല. ചിലർക്ക് വളരെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അത് തെറ്റായി പോയി, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് ഉയർച്ച നൽകുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്നു ചേരും. അത് യഥാവിധി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല വിധത്തിലും നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താം. അത് ധനപരമോ തൊഴിൽപരമോ ബിസിനസ് പരമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിജയം നേടുവാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ നിങ്ങൾക്ക് 10 മടങ്ങായി വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. കുടുംബത്തിൽ പല വിധത്തിലുമുള്ള മാറ്റങ്ങൾ, കുടുംബത്തിൽ പോസിറ്റീവായ അന്തരീക്ഷം കടന്നു വരാനും സഹായകരമാകുന്നു. കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ അത്തരത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് നിങ്ങൾക്ക് സന്തോഷവും ഉണർവും അല്ലെങ്കിൽ ഊർജസ്വലതയും പ്രദാനം ചെയ്യുന്നതാണ്. ആത്മവിശ്വാസം പോലും നിങ്ങളിൽ വർദ്ധിച്ചു എന്ന് വരാം. പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ആ പ്രശ്നങ്ങൾ എപ്രകാരം തരണം ചെയ്യുന്നു എന്നതാണ് ഒരു വ്യക്തിയുടെ വിജയം. ആ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഒരു വ്യക്തിക്ക് അനിവാര്യമായ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ഭാഗ്യം വർദ്ധിക്കുന്നതായ സാഹചര്യം, പല കാര്യങ്ങളിലൂടെയും നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം, ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ആദരവ്, ബഹുമാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതായത് പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നതായ സാഹചര്യം. ഒരു വ്യക്തി പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാക്കുന്നു. അത് പലപ്പോഴും പലർക്കും ജീവിതത്തിൽ ലഭിക്കാത്തതായ കാര്യമാണ്. അവഗണനകളായിരിക്കാം പലർക്കും ലഭിക്കുക. എന്നാൽ ഇത്തരം വ്യക്തികൾക്ക് അത്തരം കാര്യങ്ങൾ, അതായത് ഇവർ പറയുന്നതായ കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നു, പിന്തുണയ്ക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരാം. എല്ലാ കാര്യങ്ങൾ എന്ന് പറയുന്നില്ല, എന്നിരുന്നാലും പല കാര്യങ്ങളിലും പിന്തുണയും അവർക്കൊപ്പം നിൽക്കുവാൻ ആളുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കൂടാതെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ ഇവരെ വളരെയധികം ബഹുമാനിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ഇവർ പറയുന്നതായ വാക്കുകൾക്ക് വിലയുണ്ടാകും എന്നതാണ് വാസ്തവം. പൂച്ച നിങ്ങളുടെ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ, പൂച്ചയുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ, ഈ പരാമർശിച്ചതായ കാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും എന്നുള്ളതാണ്.